നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ ആര് ജയിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് ആര് കൈയടക്കുമെന്നും ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അസോസിയേറ്റ് സ്പോൺസർ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കാവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, ഡോക്ടർ സദാസ് ബ്യൂട്ടി കെയർ കളിയിക്കാവിള, മാർജിൻ ഫ്രീ ഫുഡ്വെയർ നെയ്യാറ്റിങ്കര. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാനില്ല. എന്നാലും എന്റെ ഇഷ്ടം പന്നിയുണ്ട്. ഞാൻ ജനിച്ച അറിവായ കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷന് എൻ്റെ അഭിപ്രായം ഇന്നത്തെ നിലപാടിൽ വെച്ച് നോക്കിയിരുന്ന സഖാവ് പന്നിയൻ രവീന്ദ്രൻ തന്നെ ജയിക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലപാട് അങ്ങനെയാണ്. ഇന്നത്തെ നിലപാട് സംബന്ധിച്ച് മറ്റൊരു NDA സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പുതിയ ഒരാളാണ്. അവർ വരും, എല്ലാം നടക്കും എന്നുള്ള അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ശശി തരൂർ ഇവിടെ 15 വർഷം ജയിച്ചു പോയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പന്നിയൻ രവീന്ദ്രൻ 2005 ഇവിടുന്ന് ജയിച്ചു പോയ ആളാണ്. അന്നത്തെ കാലത്ത് അദ്ദേഹം 40 മാസം ഇവിടെ ഇരുന്നെങ്കിലും അദ്ദേഹത്തിന് കഴിയണ ചെറിയ കാര്യങ്ങൾ ചെയ്തു. ഈ 2 കോടീശ്വരന്മാർക്കിടയിൽ ഒരു സാധാ മനുഷ്യനാണ് അദ്ദേഹം. അന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് അദ്ദേഹം ജയിക്കുമെന്ന് പറയാൻ കാരണം. കേന്ദ്രത്തിൽ പറയാൻ പറ്റൂല. കേന്ദ്രത്തിൽ ഇപ്പോഴത്തെ നിലപാടിൽ BJP വരുമോ വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇന്ത്യൻ സഖ്യത്തിനും മുൻതൂക്കമുണ്ട്, അവർക്കും മുൻതൂക്കം. ആര് ഭൂരിപക്ഷം വരുമോ അവർ വരും എന്നുള്ള ഇതേ ഉള്ളൂ. ശശി തരൂർ ചെയ്യും. കാരണം ഈ പിണറായി വിജയൻ കാണിക്കുന്ന അട്ടഹാസങ്ങൾ കാണുന്നില്ല ഞങ്ങളാരും. അവരുടെ മക്കളുടെ വിഷയം വന്നപ്പോൾ എന്ത് ചെയ്തു? എവിടെ പോയി? ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇനി വോട്ട് ചെയ്യാൻ കഴിയില്ല. ഈ കള്ളന്മാർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതേ ഉള്ളൂ വിഷയം. ഭരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. കേന്ദ്രം ആര് വന്നാലും മോളെ നമ്മൾ കുമ്പിളിൽ തന്നെ കഞ്ഞി. ആര് വന്നാലും സാധാരണക്കാരന് വേണ്ടിയാണ് കമ്മ്യൂണിസം ഇവിടെ വന്നത്. എവിടെ കമ്മ്യൂണിസം? ഞാൻ ഒരുപാട് തിക്ത അനുഭവങ്ങൾ പെട്ട ഒരാളാണ്. ഇനി ഒരിക്കലും ആ പ്രസ്ഥാനത്തിലേക്ക് പോകില്ല. അത്ര ഗതികേടാണ് ആ പാർട്ടി. ഒരു പാർട്ടിയിലും പോകും. ഇതേപോലെ നാറിയ ഭരണം ഇനി വേറെ എവിടെ കിട്ടാനുള്ളത്? സ്വന്തം മകളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടാത്ത ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ത് പറയുന്നു? മോള് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയണയായി. എന്നെ വിഴുങ്ങിക്കൊണ്ട് പോട്ടെ, അതിലൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ജോലി ചെയ്ത് ഒരു അംശം അവർക്ക് കൊടുത്ത് ജീവിച്ചവനാണ് ഞാൻ. സ്വന്തം അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. കാരണം 3 പേരും നല്ല കാൻഡിഡേറ്റാണ്. അപ്പോൾ 3 പേരും ഒരേപോലെ നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് 3 പേരുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളവരാണ് 3 പേരും. കാരണം എന്ന് പറഞ്ഞാൽ നല്ല IT അറിവുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. പിന്നെ കോൺഗ്രസിൻ്റെ അത് പിന്നെ പന്നിയൻ രവീന്ദ്ര സാർ എല്ലാം വളരെ ക്വാളിറ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് 3 പേരും തുല്യ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായി ഒന്നും പറയാൻ പറ്റില്ല. ശശി തരൂർ പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. കാരണം എന്ന് വെച്ചാൽ ശതകോടീശ്വരന്മാരുടെ ഇടയിൽ ഈ സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത പന്നിയൻ ഒരു 3.5 വർഷക്കാലം MP ആയിരുന്നു. ആ കാലഘട്ടത്ത് ഉണ്ടായ നേട്ടങ്ങൾ അതൊക്കെ തന്നെ കാരണം. അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അത് നമുക്ക് പോലും അറിയാത്ത ഒരുപാട് വ്യക്തികൾ. അതിനാൽ പന്നിയൻ രവീന്ദ്രൻ 100% വോട്ടത്തിൽ ജയിക്കും. എല്ലാവരും തുല്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു മറുപടി പറയാൻ പറ്റത്തില്ല. കേട്ടറിവ് വെച്ച് UDF ആയിരിക്കണം ജയിക്കുന്നത്. എല്ലാവരും ശക്തമായ സ്ഥാനാർത്ഥികളാണ്. പിന്നെ അതിൽ ബാക്കിയുള്ളവർ ജയിക്കും, അത്രേ ഉള്ളൂ. എവിടെ? തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ 2 പേരും കള്ളന്മാരാണ്. ഇവിടെ 15 വർഷം നമ്മളെ ശശി തരൂർ വരുന്നു. ഒരു പുണ്ണാക്കുന്ന ഈ ബോയ്സ് സ്കൂളിൽ ഞാൻ ഇവിടെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ബോയ്സ് സ്കൂളിൻ്റെ അകത്ത് 1000 ബോർഡ് ശശി തരൂർ ഉദ്ഘാടനം. ഒരു ഉദ്ഘാടനത്തിന് വരിക തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. മനസ്സിലായില്ലേ? ഇത് ചുമ്മാ ഇവിടെ ആളുകളെ ഇളക്കാൻ വേണ്ടി റോഡ്, മറ്റത് വിഴിഞ്ഞം പദ്ധതി, മറ്റേ പദ്ധതി, ഇതൊക്കെ ചുമ്മാ. ഇതൊന്നും ഒരു പുണ്ണാക്ക് ഇവിടെ നടക്കില്ല. പന്നിയൻ രവീന്ദ്രൻ എന്നൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഈ 2 പേരും ശതകോടീശ്വരന്മാരാണ്. അങ്ങേർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. വല്ല പാർട്ടി ഓഫീസിൻ്റെ വരാന്തയിലാണ് അങ്ങേര് കിടക്കുന്നത്. അങ്ങേരെ പോലുള്ളവർ തന്നെ ഇവിടെ ജയിക്കണം. വേറെ ഇവിടെ ആരും ജയിക്കാൻ പാടില്ല. ഈ മണിപ്പൂർ നടക്കുന്ന സംഭവം നിന്നെ പോലെയുള്ള സഹോദരിമാരെ റോഡെ തുണിയൊന്നും ഇല്ലാതെ നടത്തി ഞാൻ കണ്ടതാണ് മൊബൈലിൽ. അതൊക്കെ സഹിക്കാൻ പറ്റുമോ? കഴിഞ്ഞ എൻ്റെ അങ്ങേ ആഴ്ചയായിട്ട് ഒരു ഹൈദരാബാദിൽ ഒരു
പള്ളിയിൽ പോയി കന്യാസ്ത്രീകളെല്ലാം ഓട്ടിച്ച് ആ സ്കൂളിൽ പള്ളിയല്ല സ്കൂളിൽ പോയി ഇതൊക്കെ ഉള്ളതാണ്. യവന്മാർ ഈ BJP ഇവിടെ വന്നാൽ എന്തിനാരും ഗതി? ഇവിടുത്തെ ക്രിസ്ത്യാനിയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇവിടുത്തെ മുസൽമാന് ജീവിക്കാൻ പറ്റുമോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇവർ രണ്ടുപേരും ബായിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ രണ്ടുപേരും ഇവിടെ ജയിക്കാൻ പാടില്ല. ഇവിടെ ജയിക്കണമെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യരുണ്ട് പന്നിയൻ്റെ അവർ ഇവിടെ കേരളത്തിൽ 20 സീറ്റല്ലേ ഉള്ളൂ ഇപ്പൊ. അപ്പം ഇപ്പൊ ഇവിടെ 12 സീറ്റെങ്കിലും ജയിച്ചില്ലെങ്കിൽ ചിഹ്നം മാറേ, നമ്മളെ പാർട്ടി ചിഹ്നം മാറുകയും ചെയ്യും. അതുകൊണ്ട് LDF-നാണ് മുൻതൂക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, രണ്ട് പാർട്ടിയും കുഴപ്പമില്ല. കേന്ദ്രത്തിലെ പ്രവർത്തനം കുഴപ്പമില്ല, കേരളത്തിലെ പ്രവർത്തനം കുഴപ്പമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള കാര്യം LDF തന്നെയാണ് മുൻതൂക്കം. കാരണം അതാണ് ട്രെൻഡ്. ട്രെൻഡാ? ട്രെൻഡ് എന്നല്ല, അതാണ് ശരി. LDF തന്നെ വിജയിക്കണം. പിന്നെ മറ്റേ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ യാതൊരു പിന്നെ കറകളഞ്ഞ ഒരു നേതാവാണ്. ഇന്ന് വരെ യാതൊരു അലിഗേഷനും ഉണ്ടാവാത്ത നല്ലൊരു നേതാവാണ്. അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും LDF തന്നെ വിജയിക്കണം. അപ്പം ഞാനൊന്നും പറയുന്നില്ല. വളരെ നല്ല ഭരണം തന്നെയാണ് പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ അല്ലേ, അതുകൊണ്ട് ഇപ്പോൾ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. എന്തായാലും LDF ഭരണം. ശശി തരൂർ. ആര് ജയിക്കുന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ത്രികോണ മത്സരമല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾക്കൊരു വോട്ടുണ്ട്, നമ്മൾ കൊടുക്കും. അല്ലാതെ ആർക്ക് ജയിക്കും ആർക്ക് എന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നാലും ആൾക്കാർ പറഞ്ഞു കേട്ടിടത്തോളം അറിവ് വെച്ച് സാധ്യത കൂടുതൽ ആർക്കാണ്? അതും എനിക്കറിയത്തില്ല. നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന അവർക്ക് കൊടുക്കും. അവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. മാറി മാറി വരുന്ന രണ്ട് ഭരണകക്ഷികളും കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പക്ഷെ നമുക്ക് ഇനി ഒരു പുതിയ ഒരു ആളിനെയാണ് തിരഞ്ഞെടുക്കാനുള്ള അത്യാവശ്യം. നമ്മളെ വികസനത്തിന് വേണ്ടിയാണ്, നമ്മുടെ നാട് വികസിക്കണം. അത് നമുക്ക് ഉറപ്പില്ല. ഉറപ്പുള്ള മനുഷ്യരുടെ മനസ്സിലിരിപ്പാണ്. ഇപ്പൊ താമരക്ക് ഇടുന്ന പറയാം, അവരിടുന്ന ചിലപ്പം കൈക്കായിരിക്കും. നമുക്ക് പറയാൻ പറ്റൂല. ഒരു വോട്ടുണ്ട് ആരെങ്കിലും അത്രേ ഉള്ളൂ. ആര് ജയിക്കണം നമുക്ക് നിർബന്ധമില്ല. കേരളത്തിലായാലും ഉള്ള കാര്യം പറയണം. നമുക്കതിനെ പറ്റി അറിഞ്ഞൂടാ. സമാധാനമായിട്ട് ജീവിക്കണം. ഒറ്റ കാപ്പായി സമാധാനം. മനുഷ്യൻ സമാധാനമായിട്ട് ജീവിക്കണം. ശരിയും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പിന്നെ അരി കൊടുക്കരുത് വിലയ്ക്ക്, പെൻഷൻ കൊടുക്കരുത് വിലയ്ക്ക് എന്ന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു. ആരാണെന്ന് ബോധ്യമാക്കുക. പിന്നെ പന്നിയൻ രവീന്ദ്രന് വോട്ട് കൊടുക്കും. കാരണം അയാളൊരു ഒരു മിഡിൽ ക്ലാസ് പാവം, അത്രേ ഉള്ളൂ. എനിക്ക് അഭിപ്രായം മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കുമെന്ന്, LDF ആയിരിക്കും. കാരണമെന്ന് പറഞ്ഞാൽ അതാണ് വിശ്വസിച്ചിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ. അത് വർഷക്കണക്ക് കൊണ്ട് ഞാൻ 50 വർഷം കൊണ്ട് ഈ വോട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പൊ ആ വിശ്വാസം എന്നിലുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല പറയുന്നത്. നമ്മുടെ പാർട്ടി LDF തന്നെ ജയിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. പിന്നെ ഇനി എല്ലാം ദൈവത്തിന്റെ വിധി പോലെ. ജയിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറയാൻ അത് അങ്ങനെ പറയാൻ ആയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഈ ഒരു പാർട്ടിയെ വിശ്വസിച്ച് അത് ചെയ്യുന്നത് കൊണ്ട് പിന്നെ അടുത്തൊരു പാർട്ടിയോടുത്ത് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അതാണ് വിശ്വാസം. ഞാൻ ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണ് മാറ്റി മറിഞ്ഞു വരുന്നെന്നൊന്നും അറിയാവൂല മക്കളെ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ എപ്പോഴാണ് തിരിയുന്നത്, എപ്പോഴാണ് മനസ്സിലായില്ലേ മക്കളെ? ഇപ്പൊ മക്കളെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 പാർട്ടി ആയിരിക്കും. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റിയില്ല. അതാണ് കാര്യം. പിന്നെ ആരോ എന്തോ അത് ദൈവവിധി പോലെയാണ്. ശശി തരൂർ. കാരണം കാരണം എന്ന് പറഞ്ഞാൽ ശശി തരൂരിനോടുള്ള ഇഷ്ടം കൊണ്ട് പറയാം. അത് ജയിക്കുമെന്ന് ചോദിച്ചാൽ BJP വരുള്ളൂ. കാരണം അങ്ങനെ പറയാം. കാരണം ഈ റോഡ് വികസനം തന്നെ മെയിൻ. ഞാൻ ഡ്രൈവറാണ്. റോഡ് വികസനം തന്നെ മെയിൻ കാരണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തിരുവനന്തപുരം അവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കുകളും റോഡ് ശരിയല്ല. ഈ മോദി ഭരണം വന്നേക്കാണ് റോഡ് വികസനം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. പറയാം, അങ്ങനെ പറഞ്ഞ
കേട്ടറിവിച്ചാലും പറഞ്ഞു. ശശി തരൂര് ജയിക്കും. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണ്, എങ്കിലും അങ്ങനെ ജയിക്കും. അങ്ങനെ നേട്ടേണ്ട ഒരു വ്യക്തിയല്ലേ, മനസ്സിലായില്ലേ? അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ നോക്കില്ല. ലോകം മുഴുവനും അറിയുന്ന ഒരു നേതാവായതുകൊണ്ട്, ഒരു ബുദ്ധിജീവി ആയതുകൊണ്ട് അങ്ങനെ ജയിക്കൂ. എപ്പോഴും നിലവാരമുള്ള ആളെ ജയിക്കാൻ പാടുള്ളൂ, മനസ്സിലായില്ലേ? പാർട്ടിക്കാരനല്ലെങ്കിൽ ഞാൻ അങ്ങേർക്ക് എല്ലാ വിജയാശംസകളും ആശംസിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് BJP തന്നെ വരുമെന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള കക്ഷികൾ ഇന്ത്യ മുന്നണി വന്നെങ്കിലും അവരെല്ലാം കാലുവാരി പോണവരായിട്ടാണ് കാണുന്നത്, മനസ്സിലായില്ലേ? എല്ലാം തേക്കാരൻ എവിടെയാണ്? BJP. അത് നല്ലത് തന്നെ. ഇനിയും ഭാവിയിൽ എങ്ങനെ ഭരിച്ചാലും അവരെ ഇനിയും വരും. ഇനിയും ഇന്ത്യ മുന്നണി വളരണമെങ്കിൽ ഇനി ഒരുപാട് കാലങ്ങൾ കഴിയും. ഇപ്പോൾ സഖ്യമായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി അവരാലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത് ഭാവി ഇന്ത്യക്ക് വേണ്ടി അവർ രചിക്കട്ടെ. ജയിക്കുമെന്ന് ആര് ജയിക്കുമെന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ജയിക്കുന്നവർ ജയിച്ചോട്ടെ, അങ്ങനെ തന്നെ. ആര് ജയിച്ചാലും നല്ലത് തന്നെ, അതിലും ഒരു മാറ്റം. കോൺഗ്രസ് അന്നാണ്. ആ ആ പറയാൻ പറ്റില്ല. പിന്നെ BJP ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ഒന്നും പറയാൻ അറിയില്ല. ഓരോരുത്തർ വോട്ട് ചെയ്യും പോലെയല്ലേ. നല്ലത് ചെയ്താൽ മതി, നല്ല കാര്യങ്ങൾ. ഏത് പാർട്ടിക്കാർ ജയിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ തട്ടും വച്ചോണ്ടിരിക്കുന്നത് നമുക്കും ജീവിച്ചു പോകണം. റോഡിൽ ഇരുന്ന് വഴിയോര കച്ചവടം ചെയ്ത് ജീവിക്കണം. നമുക്കൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ തട്ടിൽ വന്നിരിക്കുന്നത്. ഗുളിക വാങ്ങണം, ആഹാരം കഴിക്കണം. അപ്പൊ നിവർത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ റോഡിൽ വന്നിരിക്കില്ല. അപ്പൊ അതും നമുക്കൊരു ബാധകമാണ്. എന്തെന്ന് വെച്ചാൽ അവര് വഴിയോര കച്ചവടം ചിലപ്പോ നിർത്തലാക്കുമോ എങ്കിൽ നമ്മളെ കഞ്ഞിമുടിയും പൊട്ടിപ്പോകും. ഏത് പാർട്ടിക്കാർ ജയിച്ചാലും അവര് നമുക്ക് പാവങ്ങൾക്ക് നല്ലത് ചെയ്യണം, അതാണ് ചെയ്യാൻ. തിരുവനന്തപുരത്ത് ശശി തരൂർ. കാരണം കാരണം നല്ലൊരു വ്യക്തിയാണ്. ശശി തരൂരാണ്, ബാക്കി അറിയത്തില്ല. UDF വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്, പിന്നെ വരുമില്ലെന്ന് അറിയത്തില്ല. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. അപ്പം ശശി തരൂരിനൊരു ചാൻസ് കിട്ടിയല്ലോ. അപ്പം അടുത്ത ഓരോ ചാൻസ് മാറും പോലെ അടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ. വോട്ട് കൂടുതൽ കിട്ടണവർ ജയിക്കും. അങ്ങനെ തന്നെ വോട്ട് കൂടുതൽ കിട്ടണവർ ജയിക്കും. നമ്മുടെ നാടിന് വേണ്ടി നല്ല ചെയ്യുന്ന ആളായിരിക്കും. പാർലമെന്റ് ഇലക്ഷൻ ആര് ജയിച്ചാലും നമ്മളെ രീതി തന്നെയല്ലേ. പാർലമെന്റ് മാക്സിമം പോണത് ചന്ദ്രശേഖരൻ പോകും, ഈ രാജീവ് ചന്ദ്രശേഖരൻ. കാരണം പുതിയ ഒരാളും കൂടെ വരണം. ഇവർ രണ്ടുപേരും ഒക്കെ ഭരിച്ചിട്ടുള്ളേ. പുതിയൊരു വ്യക്തിയും കൂടെ വന്ന് ഭരണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മാന്യമായിട്ട് ജീവിക്കണം. നമ്മുടെ കഴിവിനനുസരിച്ച് ഉള്ള ചെലവുകളാവുമ്പോൾ ചുമ്മാതെ ഇങ്ങനെ നികുതിയൊക്കെ കൂട്ടി പിന്നെ മനുഷ്യർക്ക് സ്വൈര ജീവിതം നയിക്കാൻ പാടില്ലാത്ത അവസ്ഥകളൊക്കെ സംജാതമാകുന്നത് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കഷ്ടപ്പെട്ടല്ലേ മക്കളെ ജീവിക്കണം. ഉള്ളത് കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ രീതിക്ക് നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്ക് എനിക്ക് നോക്കൊന്നും പറയാക്കൂല. കേട്ടിടത്തോളം സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നും ഒന്നേ പോലെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അപ്പൊ പറയാക്കൂല തന്നെ, ഒരാളായിട്ട് എടുത്ത പറയാക്കൂല. പക്ഷെ ഇവിടെയൊക്കെ പന്നീന് സാധ്യത ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും. ശശി തരൂര് 15 കൊല്ലം കൊണ്ട് നിൽക്കല്ലേ, ആളെയൊക്കെ മടുത്തു. പെണ്ണുങ്ങൾ വരണ അയാള് മോഹത്തിന് കാരണം എന്നാണ് പറയുന്നത്. തന്നെ കുറെ പെണ്ണുങ്ങൾ എല്ലാവരും ഇവിടെ വന്ന കാര്യങ്ങളും പറയും. പറഞ്ഞ് ഇലക്ഷൻ ആയപ്പം വന്ന് ഇതുവരെ നമുക്കൊന്നും വന്നില്ല, ആരും വന്നു. അതുകൊണ്ട് പെണ്ണുങ്ങളും പറഞ്ഞു ഒന്ന് മാറി ചിന്തിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പുതുതായിട്ട് ആരെങ്കിലും വരട്ടെ, 15 കൊല്ലം ആയില്ലേ, ഒരു വേറൊരാക്കെങ്കിലും ഒരു മാറി കൊടുത്ത സീറ്റ് പിടിക്കട്ടെ. ഇന്നവരെ കിടന്നു കഴിഞ്ഞില്ല എന്നാണ് പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നമ്മളല്ല പറയണേ, നമ്മളിവിടെ ഒരുപാട് പേര് വരണ്. അപ്പൊ പൊതുവായിട്ടുള്ള സംസാര വിഷയം അതാണ്. അത് 15 കൊല്ലം കൊണ്ട് നിൽക്കല്ലേ, ഇനിയെങ്കിലും മാറി കൊടുത്തൂടെ, ഇനി പുതിയ ആൾക്കാർ വരട്ടെ എന്നൊക്കെയാണ് അവരുടെ ഒരു സംസാര വിഷയം. അപ്പൊ നമ്മളിവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് പന്നിന്റെ പിന്നിലും ജയിക്കണം എന്നുള്ള അവരൊരിക്കും നന്നായിരിക്കട്ടെ. അവര്
എൻ്റെ വോട്ട് മാത്രമല്ലല്ലോ, ഒരാളിൻ്റെ വോട്ട് കൊണ്ട് ജയിക്കാൻ പോണില്ല. എല്ലാവരും കൂടെ സഹകരിക്കും. ജയിച്ചാൽ അവർ നമ്മളെ നോക്കൂല്ല, അത്ര തന്നെ എനിക്ക് പറയാനുള്ള. നമ്മളെ പോലുള്ളവർ കഷ്ടപ്പെടണോ ദുഃഖമെന്നോ അവർ അന്വേഷിക്കുന്നില്ല, അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല. ജയിച്ചാൽ എല്ലാവർക്കും നല്ലത് തന്നെ. ആര് ജയിച്ചാലും നമ്മളെല്ലാവരും വോട്ടിടണമല്ലേ. അപ്പോൾ ആര് ജയിക്കണം, ആരെയും പറയാനില്ല. എനിക്ക് എല്ലാവരും ജയിക്കട്ടെ, ഒരുമിച്ച് ജയിക്കട്ടെ, അത്രയും സന്തോഷം. കയ്യാണ് ഓരോരുത്തർ കയ്യാണ് പതിയണം, നമുക്ക് എന്തൊരു പറയാൻ പറ്റും. ആര് ജയിച്ചാലും അവർക്ക്. ഇല്ല ഒരു പിടിയില്ല. ഇപ്പോഴും ഈ വർഷം ഒന്നും പറയാറായിട്ടില്ല. ഇവിടെ ടൈറ്റ് മത്സരമാണ്. അത് ജയിക്കണ ആരെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾ വോട്ടിട്ടല്ലേ ജയിക്കൂ. ആർക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടും അവർ ജയിക്കും. അല്ലാതെ അങ്ങനെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റില്ല. കേരളത്തിലെ സാധ്യത ഇപ്പം LDF അല്ലെങ്കിൽ UDF രണ്ട് മുന്നണിക്കുള്ള. BJP ഇവിടെ ഒരു സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലേ, ശരിയല്ലേ? BJP കേരളത്തിൽ സാധ്യതയില്ല. ആര് ജയിച്ചാലും നാടിന് നല്ലത് പറയണം, എല്ലാ പാവങ്ങളെയൊക്കെ സഹായിക്കണം. ഒക്കെ ഉള്ളൂ. ആളെയൊന്നും സഹായിക്കില്ല, ഒരു വലിയ ആൾക്കാരെ സഹായിക്കുള്ളൂ. എത്രയും നമ്മളൊക്കെ ചെറിയ ചെറിയ ലോണുകളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളെ പാവങ്ങളെയൊക്കെ അന്വേഷിച്ചാണ് അവർ എത്തുന്നത്. അതേസമയം പണക്കാർ ലക്ഷങ്ങളും കോടികളും എടുത്തിട്ടിരിക്കുന്നവരെ വീടുകളിലും പോകില്ല, ഒന്നും പോകില്ല. നമ്മളെപ്പോലുള്ളവരെടുത്ത നമ്മളെ വീട് നമ്മളെ ഭയപ്പെടുത്തി പേടി, എന്ത് ചെയ്യും അത് ചെയ്യും എന്നുള്ള ഒരു വെപ്രാളവും വേവലാതി. നമ്മളത് കൂലിപ്പണികളൊക്കെ ചെയ്ത്, കൂലിപ്പണികളും ഇല്ലല്ലോ ഇപ്പോഴും ജീവിക്കാൻ, അങ്ങനത്തെ അവസ്ഥയിലാണ്. അതുകൊണ്ട് ആര് വോട്ട് കൊടുത്ത് ആര് ജയിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യണം. അതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇന്ന ആൾക്ക് തന്നെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയണത് ശരിയല്ല. അപ്പോൾ അത് എല്ലാവർക്കും പിണക്കത്ത് ഒരു ഇതാണ്. അവർ ഇന്നാർക്കാണ് അത് വേണ്ട. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്ന ആരാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് അവർക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ആർക്ക് വേണമെങ്കിലും രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലേ? പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. കാരണം എന്ന് വെച്ചാൽ കേന്ദ്ര ഭരണത്തിനെതിരെ മതപ്രാണത്തിനെതിരെയും മനുഷ്യനെ തമ്മിലടിക്കുകയും മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിക്കുകയും അതിനൊരു കരുതലാകാൻ അവിടെ LDFൻ്റെ ഒരാൾ പ്രതികരിക്കും, എത്തണം. അവരെ മൂന്നാം മുന്നണി എന്ന സഹകരണ സംഘടന അതൊരു വരണം. അപ്പോഴേ LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോകാനാണ് നല്ലത്. BJP ജയിക്കും. കാരണം അവരെ ആഴ്ച നല്ലതായിരിക്കുന്നു. കേന്ദ്രത്തിലും BJP. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മണ്ഡലം കന്യാകുമാരി ഡിസ്ട്രിക്ട് അവിടെയും BJP തന്നെ ജയിക്കും. രാധാകൃഷ്ണന്റെ നല്ല പ്രവർത്തനമാണ്. നല്ല മാർത്താണ്ഡത്ത് പാലങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അത് മോഡി നല്ല ഭരണമല്ലേ. ഇന്ന് നമ്മുടെ വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇലക്ഷൻ പ്രമാണിച്ചുള്ള അവസാനത്തെ എപ്പിസോഡാണ്. ഇതുവരെ നമ്മോടൊപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.